ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുതിയ റെസിപ്പി ആയിട്ടാണ്. കുറച്ച് ചിക്കൻ കിട്ടിയപ്പോൾ വിചാരിച്ചു ഒന്ന് പൊരിക്കുകയും ചെയ്യാം, ഒരല്പം ബിരിയാണി വെക്കുകയും ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഒരു 3 നാഴി അരിക്ക് ആവശ്യമായിട്ടുള്ള ഉള്ളി, തക്കാളി, വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചിയും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഉള്ളി ഒന്ന് സ്ലൈസ് ചെയ്ത് വരാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഉള്ളി എല്ലാം ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട്. മല്ലിച്ചപ്പും പുതിനയും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പച്ചമുളക് ചെറിയ ഉള്ളിയും കൂടി ചതച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു 3 നാഴി അരിയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത്. അതൊന്ന് കഴുകി വൃത്തിയാക്കി ഒന്ന് വെള്ളത്തിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോഴേക്ക് നമ്മുടെ ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം തിളക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി പൊരിക്കാൻ ആവശ്യമായിട്ടുള്ള മസാല കൂടി തയ്യാറാക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാലൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 സ്പൂൺ കോൺഫ്ലവറിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയും കൂടി ചതച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരല്പം മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിലേക്ക് ഞാൻ തൈരല്ല കേട്ടോ ചേർക്കുന്നത്, സുർക്കയാണ്, അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി കുഴച്ചെടുക്കുക കേട്ടോ. ഇതിലേക്ക് കഴുകി വെച്ച ചിക്കനും കൂടി ഇട്ട് നന്നായി കുഴച്ച് വെച്ചൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അങ്ങനെ വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരല്പം മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അരി ഒന്ന് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ കഴുകി വെച്ച അരിയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നന്നായി ഇളക്കി കൊടുത്തൊന്ന് മൂടി വെച്ച് വേവിക്കുക കേട്ടോ. അങ്ങനെ നമ്മുടെ അരിയെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഒന്ന് ഊറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ഞാൻ ചിക്കൻ പൊരിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഒഴിച്ച് കൊടുക്കുന്നത്. ഇതിലേക്ക് ഒരല്പം നെയ്യും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് മെൽറ്റായി വരട്ടെ. മെൽറ്റായി വന്ന എണ്ണയിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്ന് വഴന്ന് വരട്ടെ. ഒന്ന് റോസ്റ്റായി വന്ന ഭാഗം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ബിരിയാണീൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉള്ളിയെല്ലാം നല്ല വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കട്ട് ചെയ്ത് വെച്ച തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരല്പം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ചതച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി, പച്ചമുളക്, ചെറിയ ഉള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏലക്ക, പട്ട, കറാമ്പൂവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അരിഞ്ഞ് വെച്ച മല്ലിച്ചപ്പ്, പുതിന, കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മല്ലിപ്പൊടി, ഗരം മസാലൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഞാൻ സുർക്ക കേട്ടോ ഉപയോഗിക്കുന്നത്. ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് സുർക്ക കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും തൈരല്ലേ ഒഴിക്കുകയെന്ന്, പക്ഷേ ഞങ്ങൾ അധികം സുർക്ക കേട്ടോ ഉപയോഗിക്കൽ. അപ്പോൾ ഒന്ന് അടച്ച് വെച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഒരല്പം പെരുംജീരകത്തിൻ്റെ പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കഴുകി വെച്ച ചിക്കനും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വേവാൻ വേണ്ടി വെക്കുക കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ പൊരിക്കാൻ വെച്ച ചിക്കൻ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അതൊന്ന് കോരിയെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ ചിക്കനും വെന്ത് വന്നിട്ടുണ്ട്. നല്ല മണമുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഊറ്റി വെച്ച അരിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കട്ട നന്നായി ഉടച്ചു കൊടുക്കുക കേട്ടോ.
ഇതിലേക്ക് ഞാൻ റോസ്റ്റ് ചെയ്ത് വെച്ച ഉള്ളി, വേപ്പില കൂടി മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 6 kg കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് 6 kg ഒഴിച്ചു കൊടുത്താൽ. എന്നിട്ട് ഒന്ന് മൂടി വെച്ച് ഒന്ന് ദമ്മായി വരട്ടെ. അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നന്നായി ഇളക്കി കൊടുത്ത് യോജിപ്പിക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകൊണ്ടു, സബ്സ്ക്രൈബ് ചെയ്യുകൊണ്ടു. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.